ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 30-31 ശ്ലോകങ്ങൾ നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ആത്മാവിൻ്റെ കുറേ ഗുണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ പറയുന്നു 30-31. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമഃ, സരസ്വത്യേ നമഃ. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി സ്വധർമ്മമപി ചാവീക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്യുദ്യാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ എന്താ പറയുന്നത്? ദേഹിയെക്കുറിച്ചും ദേഹത്തിനെക്കുറിച്ചും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ദേഹത്തിനകത്ത്, ഈ നശിക്കുന്ന ദേഹത്തിനകത്തുള്ള ആത്മാവ്, അതിനെയാണ് ദേഹി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭാരത അല്ലയോ അർജുന, സർവസ്യ ദേഹേ, എല്ലാ ദേഹത്തിലും, എല്ലാവരുടെയും ദേഹത്തിൽ അയം ദേഹി, കുടികൊള്ളുന്ന ഈ ആത്മാവ് നിത്യം അവധ്യ, അത് നിത്യമാണ്, ഒരിക്കലും വധിക്കപ്പെടുന്നില്ല, ആരാലും വധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ എന്നുള്ള ഒരു സൂചനയാണ് കൊടുക്കുന്നത്. തസ്മാത്, അതുകൊണ്ട് സർവാണി ഭൂതാനി, എല്ലാ ജീവികളെയും, എല്ലാ ജീവിജാലങ്ങളെക്കുറിച്ചും നീ എന്ന് പറയുമ്പോൾ നീ, ശോചിതും ന എന്ന് പറയുമ്പോൾ ദുഃഖിക്കരുത്, അർഹസി, നീ ദുഃഖിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു എല്ലാ ജീവികളുടെയും അന്തരാത്മാവായിട്ടുള്ള ആ ദേഹി അല്ലെങ്കിൽ ആ ചൈതന്യം, അതിന് നാശമില്ല. ആത്മാവിൻ്റെ ഉപാധിയായിട്ടുള്ള ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ. ആ ദേഹത്തിനകത്തുള്ള ദേഹിക്ക് നാശമില്ല അർജുന, ഹേ ഭാരത എന്നാണ്. അപ്പോൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ 18 പേരുകൾ, പല പല പേരുകളിൽ അർജുനനെ സംബോധന ചെയ്യുന്നുണ്ട്. പരന്തപ എന്നും കൗന്ദേയ എന്നും ഭാരത എന്നും അങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ശ്ലോകത്തിൽ ഭാരത എന്നാണ് വിളിക്കുന്നത്. ആത്മാവിൻ്റെ ഉപാധിയായിട്ടുള്ള ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ, ദേഹിക്ക് അല്ലെങ്കിൽ ആത്മാവിന് നാശമില്ല. അതിനാൽ നിനക്ക് മറ്റുള്ളവരോട് യുദ്ധം ചെയ്ത് അവർക്ക് വിഷമം വരും എന്നുള്ള ഒരു വിഷമം നിനക്കും വേണ്ട. ആ ശോകം നീ കളയൂ അർജുന, നീ യുദ്ധത്തിന് തയ്യാറാവൂ എന്നാണ് ഭഗവാൻ കൊടുക്കുന്ന ആ ഒരു ഇൻസ്പിറേഷനാണ്, ഒരു പ്രചോദനമാണ്. അതായത് ഇങ്ങനെ നീ ഇരിക്കരുത്, നീ ഇങ്ങനെ പല വിഷാദത്തിൽ ഇരിക്കരുത് എന്നാണ്. അപ്പോൾ 11ാമത്തെ ശ്ലോകം മുതൽ ഇങ്ങനെ ഈ ശരീരം അനിത്യമാണെന്നും ആത്മാവ് നിത്യമാണെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നും കൂടെ അതിനൊന്ന് അടിവരയിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ് ഇത്. അപ്പം നമുക്ക് നമ്മളുടെ ഓരോ ജീവൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ്, അത് പരമാത്മാവിൻ്റെ ഒരു അംശമാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ശോകമോഹങ്ങൾക്ക് അവകാശമില്ല എന്നാണ് പറയുന്നത്. പിന്നെ 31ാമത്തെ ശ്ലോകം സ്വധർമ്മമപി ചാവീക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദ്യുദ്യാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. പറയുന്നു സ്വധർമ്മത്തെ അപേക്ഷ്യ അപീച്ച, അതായത് സ്വധർമ്മത്തെ നോക്കിയിട്ടാണെങ്കിൽ നമ്മളെപ്പോഴും ഭഗവത്ഗീത പറയുന്നത് എപ്പോഴും സ്വധർമ്മമാണ് ഓരോരുത്തരും പാലിക്കേണ്ടത് എന്ന് പറയും. മറ്റുള്ളവരുടെ, നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്യുക, അതാണ് സ്വധർമ്മം പാലിക്കുക എന്ന് പറഞ്ഞാൽ. സ്വധർമ്മം അഭിചാപേക്ഷ്യ, അങ്ങനെ അപേക്ഷയെ നോക്കിയിട്ട്, സ്വധർമ്മത്തെ നോക്കിയിട്ടാണെങ്കിലും വികമ്പിതം ന അർഹസി, നിനക്ക് പതറാൻ പാടില്ല. കാരണം ഇവിടെ അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പോരാടുക, യുദ്ധക്കളത്തിൽ പോരാടി ആ ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നു ഹി ക്ഷത്രിയസ്യ, എന്തെന്നാൽ ക്ഷത്രിയന് ധർമ്മ്യാത് യുദ്ധ്യാത് ശ്രേയ, ധർമ്മയുദ്ധത്തേക്കാൾ ശ്രേയസ്കരമായിട്ട് വേറൊന്നുമില്ല. അന്യത് ന വിദ്യതേ, വേറൊന്നുമില്ല. അപ്പോൾ ക്ഷത്രിയന് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് ധർമ്മയുദ്ധമാണ്. അപ്പം നമ്മളൊക്കെ ശരിക്കും ചെയ്യേണ്ടത് ധർമ്മയുദ്ധമാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ധർമ്മയുദ്ധം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും അധർമ്മം കൂടിക്കൂടി വരുന്നത്.
ഓരോരുത്തരും അവരുടെ ജീവിതം ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലോകം വളരെ സുന്ദരമായിരിക്കും. ആർക്കും ഇവിടെ ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നതുകൊണ്ടല്ലേ ദുഃഖങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും ലോകത്ത്. അപ്പോൾ അത് ആ ധർമ്മം പാലിക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു വിഷമം ലോകത്തില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ സ്വധർമ്മം അനുഷ്ഠിക്കാത്തതിലുള്ള ആ ഒരു പ്രയാസം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ധർമ്മരക്ഷയ്ക്ക് വേണ്ടി നിനക്ക് പൊരുതാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ക്ഷത്രിയരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേയസ്കരമാണ് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പോരാടി അതിൽ ജയിക്കുക എന്നുള്ളത്. അപ്പം നീ ഈ ധർമ്മയുദ്ധം നീ ചെയ്യണം. നീ അതിൽ ജയിച്ച് നീ അതായത് ഈ ഒരു ധർമ്മം നടപ്പാക്കാൻ അതിന് ഒരു കാരണക്കാരനായി മാറണം എന്നാണ് പറയുന്നത്. അതിനാൽ അർജുന ഒട്ടും ശങ്കിക്കേണ്ട. അപ്പോൾ ഇവിടെ കുറേ ശ്ലോകങ്ങളിലായിട്ട് ആ ഭഗവാൻ അർജുനൻ്റെ ആ ഒരു വിഷമ അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. കാരണം വധാർഹനെ വധിക്കാതിരിക്കുന്നത് അവധ്യനെ വധിക്കുന്നത് പോലെ തന്നെ പാപകരമാണ് എന്ന് ക്ഷാത്രധർമ്മം പറയുന്നുണ്ട്. അപ്പോൾ ക്ഷത്രിയൻ്റെ ധർമ്മമാണ് ക്ഷാത്രധർമ്മം. അപ്പോൾ പറയുന്നത് വധാർഹനെ വധിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ, അവരെയൊക്കെ ചിലപ്പോൾ എന്താ പറയുക, പിന്നെ വളരെ നീച കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഒരു തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുന്ന ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. വധത്തിന് അർഹനുള്ളവൻ വധിക്കപ്പെടുക തന്നെ വേണമെന്നാണ് ക്ഷത്രിയ ധർമ്മം പറയുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഭഗവാൻ ഒരിക്കൽ കൂടെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അർജുനൻ ശരിക്കും എല്ലാ കഴിവുകളും എല്ലാ ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ഒരു ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു ക്ഷത്രിയൻ തന്നെയാണ്. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ എന്താ പറയുക, ഒരു ദൗർബല്യം അർജുനനുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണ് ആ അർജുനൻ. അപ്പോൾ ആ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ട. അത് അർജുനന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അത് വേണ്ട സമയത്ത് നമ്മളിൽ അത് ആ ഓർമ്മ ഉണ്ടാവുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ നമ്മൾ പലതും നമ്മുടെ ഒരു വിഷമാവസ്ഥയിൽ നമുക്ക് ആ അറിയുന്ന ആ കാര്യം പോലും മറന്ന് നമ്മളിങ്ങനെ ദുർബലരായിട്ട് ഇങ്ങനെ വിഷമിച്ചും ദുഃഖിച്ചും കഴിയുന്ന മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് ഈ സമൂഹത്തിൽ കാണുന്നത്. അപ്പം ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ് ശരിക്കും. അപ്പോൾ പിന്നെ വേറൊന്ന് പറയാൻ പറ്റുന്നത്, ഭഗവത്ഗീത തന്നെ ഒരു മോട്ടിവേഷണൽ സ്പീച്ചുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഓരോ ശ്ലോകവും ഒരു മോട്ടിവേഷണൽ സ്പീച്ചാണ്. അപ്പോൾ ഭഗവാൻ അത്രയും വിശിഷ്ടമായ കാര്യങ്ങളെയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ആ ഒരു പാതയിലൂടെ പോവുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ശരിക്കും ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. മനസ്സിനെ കുറിച്ച് അറിയാം. മനസ്സിനെ ജയിച്ചവൻ എല്ലാത്തിനെയും ജയിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ഹിന്ദുക്കൾ കൂടുതലായിട്ടും മറ്റ് മതങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് ഗൈഡൻസ് ഉണ്ട്. അവരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ അവരൊരുപാട് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, പക്ഷേ ഹിന്ദുക്കൾക്ക് ആ പുസ്തകങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. വളരെ കുറച്ച് പേരെ, ഒരു 10-20% പോലും ഇങ്ങനെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരുണ്ടോ എന്ന് സംശയമാണ്. നമ്മളെ ക്ഷേത്രങ്ങളിലാണ് നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നു, തൊഴുന്നു. ക്ഷേത്രങ്ങൾ വേണം, പക്ഷേ ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ മനസ്സിനെയാണ് ശരിക്കും ശക്തിപ്പെടുത്തേണ്ടത്. അതിന് മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അത് നമുക്ക് ഒരിക്കലും ക്ഷേത്ര ദർശനത്തിലൂടെ മാത്രം ലഭിക്കില്ല. ക്ഷേത്ര ദർശനം ഒരു പടി മാത്രമാണ്. പടി 6 കടക്കുമ്പോഴാണ് ഭഗവാനെ കാണാൻ പറ്റുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാം പൊതുവേ ഒരു ഹിന്ദു സമൂഹം 1ാമത്തെ പടിയിൽ തന്നെ നിൽക്കുന്നു. ആ 1ാമത്തെ പടി എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനമാണ്. അപ്പോൾ ഈ ക്ഷേത്ര ദർശനം നമുക്ക് ഭഗവാനിൽ
ആ ഒരു വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് വിഗ്രഹങ്ങളിലുള്ള അലങ്കാരവും എല്ലാം. പക്ഷെ അവിടം കൊണ്ട് എല്ലാവരും അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത്. അപ്പോൾ പൊതുവെ ഹിന്ദു സമൂഹം ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും വീടുകളിലും ഒക്കെ വരുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. അതിന് കാരണം നമുക്ക് ചിട്ടയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ആരും അനുഷ്ഠിക്കുന്നില്ല. സാധനകൾ എന്നൊക്കെ പറയും. നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു നാമജപം സ്ഥിരമായിട്ട് നടത്തുക, പിന്നെ അതുപോലെ സഹസ്രനാമങ്ങൾ ചൊല്ലുക. ഇതൊക്കെ നമ്മുടെ വീടിന് അഭിവൃദ്ധി, നമുക്ക് ഓരോരുത്തർക്കും ശ്രേയസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നാമജപങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ഇരുന്ന് ഒരു 10-21 പ്രാവശ്യം അത് ജപിക്കുമ്പോൾ തന്നെ നമ്മളിൽ ആ ഒരു വ്യത്യാസം നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 1000 നാമങ്ങളുള്ള സഹസ്രനാമം ജപിച്ചാലോ, അപ്പോൾ വിഷ്ണു സഹസ്രനാമമൊക്കെ 1000 നാമങ്ങൾ ആണ് അതിൽ ഭഗവാന്റെ. ഈ 1000 നാമം ചൊല്ലുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു അറിവ് ഉണ്ടാക്കിത്തരും ഭഗവാൻ. അതാണ് നമുക്ക് ആ ഒരു സഹസ്രനാമം നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം, എല്ലാവർക്കും ചൊല്ലാം. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാം. എത്രയോ ക്രിസ്ത്യൻ മുസ്ലിം ആളുകൾ ഈ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ മേന്മ അറിഞ്ഞത് കൊണ്ടാണ്. ഒരു പ്രാവശ്യം തന്നെ സഹസ്രനാമം ചൊല്ലുമ്പോഴേക്കും നമ്മളിൽ ആ ഒരു വ്യത്യാസം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് തനിയെ വഴി തെളിഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെ ശരിക്കും മനസ്സിലാക്കുക. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് അതിനുള്ള ഒരു പടിയാണ്. ആ ഒരു പടിയിൽ തന്നെ നമ്മളെല്ലാവരും നിൽക്കരുത്. ആ ഒരു പടി കടന്ന് പിന്നെയും പടികളുണ്ട്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും, ശിവശംഭു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 6ാമത്തെ പടിയിൽ എത്തണ്ടേ, അപ്പോഴല്ലേ ഭഗവാനെ കാണാൻ പറ്റൂ. അപ്പോൾ ആ ഭഗവാനെ കാണാൻ നമ്മൾ 1ാമത്തെ പടിയിൽ തന്നെ നിന്നാലോ. അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ ഉള്ള ഒരു സന്ദർഭം ഒക്കെ ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ 2 ശ്ലോകങ്ങൾ ചൊല്ലാം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. 31ാമത്തെ ശ്ലോകം. സ്വധർമ്മമഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദിയുദ്യാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ഓം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഹരി ഓം. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.